ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാഗവത സാരമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാം അതിലെ ഒന്നാം പാർട്ട് നാം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടാണ്. ഭാഗവതത്തിലെ ഒന്നാം സ്കന്ധത്തെ അധികാരി സ്കന്ധം എന്ന് പറയാറുണ്ട്. ഭഗവാനിൽ അനന്യവും അചഞ്ചലവുമായ പ്രേമഭക്തി ഉണ്ടാവുക എന്നതാണ് മനുഷ്യന്റെ പരമലാഭം. അതുതന്നെ പരമധർമ്മവും. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യ പ്രതിഹത ആത്മാ സംപ്രസീദതി. പക്ഷേ ആ പ്രേമഭക്തി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ സുഖസ്ഥാനങ്ങളിൽ നിന്ന് ഭ്രമിച്ചിരിക്കുന്ന നാനാ വിഷയങ്ങളിൽ നിന്ന് ദൃഢവൈരാഗ്യമുണ്ടാകണം. അനേക ജന്മാർജിതമായ വാസനകളാൽ കെട്ടുപെട്ട് കിടക്കുന്ന ജീവൻ ഒരാൾക്ക് വൈരാഗ്യം വരാൻ വളരെ പ്രയാസമാണ്. ഇഹപര സുഖങ്ങളെല്ലാം അനിത്യങ്ങളാണ്, അത്യന്തം ദുഃഖഭൂയിഷ്ടമാണ്. ഏഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവതേ ആത്യന്തവന്തഃ കൗന്ദേയ നതേഷു രമതേ ബുധഃ. വിഷയേന്ദ്രിയ സംയോഗത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളെല്ലാം തുടക്കവും ഒടുക്കവും ഉള്ളതാണ്, നിത്യമല്ല. വിവേകികൾ ഇതറിഞ്ഞിട്ട് അതിൽ രമിക്കുന്നില്ല. ആലോചിച്ചു നോക്കിയാൽ വിഷയങ്ങൾക്ക് സുഖം തരാനുള്ള കഴിവില്ല. ഉണ്ടെങ്കിൽ സുഖം വസ്തുനിഷ്ഠമായിരുന്നുവെങ്കിൽ ആ വസ്തുവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതെല്ലാ കാലത്തും ഒരേ അളവിൽ സുഖം കൊടുക്കണമായിരുന്നു. അങ്ങനെ കാണുന്നില്ല. ഇനി ഒരു വസ്തു ഒരാൾക്ക് തന്നെ എല്ലാ സമയവും സുഖം കൊടുക്കണം, അതും നമുക്ക് അനുഭവമില്ല. ഇനി വിഷയങ്ങളുടെ ഓർമ്മയിലും അഭാവത്തിലും, അതായത് ഉറക്കത്തിലും സുഖം ഉണ്ടാകാനും പാടില്ലായിരുന്നു. ഇത് അനുഭവത്തിന് വിരുദ്ധമാണ്. പ്രിയ വസ്തുവിനെയോ വ്യക്തിയെയോ മുൻപ് അനുഭവിച്ച ഭോഗത്തെയോ സ്മരിക്കുന്നത് കൊണ്ടും സുഖം ഉണ്ടാകാറുണ്ടല്ലോ. അതുപോലെ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ വിഷയങ്ങളുടെ പൂർണ്ണ അഭാവം അനുഭവപ്പെടുന്ന ഗാഠനിദ്രയിൽ നമുക്ക് സുഖം ലഭിക്കുന്നുണ്ടു താനും. അങ്ങനെയാണെങ്കിൽ സുഖം നമ്മുടെ സ്വരൂപമായേ പറ്റൂ. ശാസ്ത്രവും ആചാര്യന്മാരും അതുതന്നെ പറയുന്നു. ഇനി ഇഷ്ടവസ്തുക്കളുടെ ഭോഗത്തിൽ നിന്ന് സുഖം കിട്ടുന്നതായി തോന്നുന്നുണ്ടല്ലോ, ശരി തന്നെ. പക്ഷെ അതുപോലും ആത്മസ്വരൂപം തന്നെയാണ്. ഹരി ഓം നമഃ ശിവായ.